കഴിഞ്ഞൊരു വീഡിയോയിൽ എങ്ങനെ നമുക്ക് ക്ലിക്ക് ബാങ്കിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നും അതുപോലെ എങ്ങനെ നമുക്കൊരു നിക്ക് നെയിം ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് പ്രൊഡക്റ്റുകൾ അഫിലിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ബാങ്കിൻ്റെ അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ സൈഡിലേക്ക് ഈ മെനൂസിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് ക്ലിക്ക് ബാങ്കിൻ്റെ അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ഫസ്റ്റ് ക്ലിക്ക് ബാങ്കിൻ്റെ മാർക്കറ്റ് പ്ലേസ് നമുക്ക് വിസിബിൾ ആവുന്നത്. ഇവിടെ സൈഡിൽ കാണുന്ന ഈ ഓരോ കാറ്റഗറിയുടെ അകത്തും അതിൻ്റെ സബ് കാറ്റഗറീസ് ഉണ്ട്. അതിലാണ് ഈ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ പ്രൊഡക്റ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയുടെ അകത്തും ഒരുപാട് പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യം ഞാൻ നിങ്ങൾക്കൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ക്ലിക്ക് ബാങ്കിൽ സക്സസ് ആയിട്ട് സെല്ലായിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നമുക്ക് ആദ്യം വരാൻ വേണ്ടിയിട്ട് ഈ ഫൈൻഡ് പ്രൊഡക്റ്റ് എന്നുള്ള ഈ കാറ്റഗറിയിൽ ഒന്നും നമ്മൾ ടൈപ്പ് ചെയ്യാതെ, ഓക്കെ, ഈ ഒരു സെർച്ച് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഒന്നും തന്നെ ടൈപ്പ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഈ സെർച്ച് ഐക്കൺ ഉണ്ടല്ലോ, ഇതിലങ്ങ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇപ്പം നോർമൽ ഈ ഒരു ടൈമിൽ ക്ലിക്ക് ബാങ്കിൽ നല്ല സെല്ലായിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമുക്കിവിടെ ഒരു പേജ് വൈസ് 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ ആ ഒരു പേജ് വൈസ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇത് ടോപ്പ് സെല്ലിങ്, അതുപോലെ അതിൻ്റെ ഗ്രാവിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ പഠിക്കാം കേട്ടോ. ഓരോ കണ്ടന്റായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു കണ്ടന്റ് നമ്മൾ സെർച്ച് ചെയ്തില്ല. ഒരു പേരോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയോ അങ്ങനെയൊന്നുമല്ല നമ്മൾ സെർച്ച് ചെയ്തത്. ജസ്റ്റ് ഞാനിവിടെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള പ്രൊഡക്റ്റുകളാണിത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഞാൻ ഒരു പോയിന്റിൻ്റെ കേസ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 8 പോയിന്റുകൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാൻ സാധിക്കും. അപ്പോൾ ഇതിൽ രണ്ടാമത് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് സെയിൽസ് പേജാണ്. അതായത് നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സെയിൽസ് പേജ്, ക്ലിക്ക് ബാങ്കിനകത്തുള്ള സെയിൽസ് പേജ് എന്താണെന്നുള്ളത് നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ള അക്കൗണ്ട് ക്രിയേഷൻ നമ്മൾ നോക്കി. ഇനി രണ്ടാമത്തെ സെക്ഷൻ സെയിൽസ് പേജ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സെയിൽസ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ FIVERR, ജാവ ബേൺ, ഡെന്റിടോക്സ്, അതുപോലെ ഗ്ലൂക്കോഫോർട്ട് എന്നൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടീ ബേൺ, കിനവ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ പേര് എഴുതിയിരിക്കുന്ന ഇതെല്ലാം ഒരു ലിങ്കാണ്. ഓക്കെ, അപ്പോൾ ഈ പേരിലുള്ള ലിങ്കുകൾ എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ FIVERR എന്ന് എഴുതിയിരിക്കുന്ന ഈ പേരിലുള്ള ലിങ്ക് ഞാനിതൊരു പുതിയ ടാബിലേക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. FIVERR എന്ന് എഴുതിയിരിക്കുന്ന ഈ പേരിലുള്ള ലിങ്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇത് പോയിരിക്കുന്നത് നോക്കുക, FIVERRന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. ഓക്കെ, ഇത് നോക്കുക, FIVERR എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റിൻ്റെ, ഇതൊരു വെയിറ്റ് ലോസ് പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് പേജിലേക്ക്, അതായത് ഈ പ്രൊഡക്റ്റ് വാങ്ങിയ ഈ ഒരു സൈറ്റിൽ വന്നിട്ട് വേണം ബയ്യേഴ്സ്, നമ്മുടെ ഓഡിയൻസ് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പേജിനെ പറയുന്ന പേരാണ് സെയിൽസ് പേജ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ FIVERR നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ജാവ ബേൺ, ഡെന്റിടോക്സ് ഇതൊക്കെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു ലാൻഡിങ് പേജ് ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ ആ ഒരു പോയിന്റിൽ ലാൻഡിങ് പേജ് പറയുന്ന ടേം വരുന്നുണ്ട്. ലാൻഡിങ് പേജൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ലാൻഡിങ് പേജിലേക്ക് ആളുകളെ കൊണ്ടുവന്നിട്ട് ലാൻഡിങ് പേജിൽ നിന്നും നമ്മൾ ആളുകൾ എന്ത് ചെയ്യണം, ഈ സെയിൽ പേജിലേക്ക്, ഈ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ സെയിൽ പേജിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത്. കാരണം ഇവിടെയാണ് ഈ പ്രൊഡക്റ്റുകൾ വെച്ചിട്ടുള്ളത്. വാങ്ങാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റുകൾ ഇരിക്കുന്നത് ഇവിടെയാണ്. ഇത് നോർമലി സൈറ്റിൻ്റെ ആളുകളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുകയാണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ ഓഡിയൻസിന് എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് എത്തിക്കണം. ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ആർക്കാണോ ആവശ്യമുള്ളത് ആ ഓഡിയൻസിനെ നമ്മൾ കണ്ടെത്തി, അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്നും കണ്ടെത്തിയിട്ട് അവരെ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ, അല്ലെങ്കിൽ ഒരു അഫിലിയേറ്റ് മാർക്കറ്ററുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആ ജോബ് നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വിസിറ്റർ ആണെന്നുണ്ടെങ്കിൽ അവർ ആ കണ്ടന്റ് പർച്ചേസ് ചെയ്യുന്നുള്ളത് ഷുവറാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള കമ്മീഷൻ ലഭിക്കും. ഇനി എത്രയാണ് നമ്മുടെ കമ്മീഷൻ എന്നുള്ളത് ഇവിടെ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ആവറേജ് ഡോളർ പെർ കൺവേർഷൻ. അതായത് നമുക്ക് ഇത് ഒരു കൺവേർഷൻ നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ FIVERR ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെയിൽ നടന്നു കഴിഞ്ഞാൽ $148 പെർ സെയിലിന് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ കാര്യത്തിലേക്കൊക്കെ നമുക്ക് പിന്നീട് കടക്കാം. ഇപ്പം നമുക്ക് മെയിൻലി നോക്കേണ്ടതാണ് ഈ സെയിൽസ് പേജ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ. അപ്പോൾ ഇതാണ് ഈ ഒരു പേര്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ പേര് ആദ്യം കാണുന്ന ഈ ലിങ്ക്, അല്ലെങ്കിൽ പേരിൽ നൽകിയിരിക്കുന്ന ഈ ലിങ്ക് എന്താണോ അതാണ് ഇതിൻ്റെ സെയിൽ പേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെയിൽസ് പേജിലേക്കാണ് നമ്മൾ അവസാന ആളുകൾ എത്തിക്കുന്നത്.
അപ്പോൾ ഇതിനിടയിൽ നമുക്കൊരു ലാൻഡിംഗ് പേജൊക്കെ കൊണ്ടുവരാനുണ്ട്. ലാൻഡിംഗ് പേജ് എന്ന് പറയുന്ന സെക്ഷനൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ഞാൻ ആദ്യം ഈ ക്ലിക്ക് ബാങ്കിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്ലേസിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇതിൽ സെയിൽസ് പേജ് പറയാൻ കാരണം ഇതിൽ നമ്മൾ ആദ്യം കാണുന്ന കണ്ടന്റ് ഇതാണ്. നമ്മളിപ്പോൾ മാർക്കറ്റ് പ്ലേസിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ താഴേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന കണ്ടന്റ് ഇതിൻ്റെയൊക്കെ സെയിൽസ് പേജുകളാണ്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും സെയിൽസ് പേജ്. ഇപ്പോൾ ജാവാബേൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് പേജാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ ഡെൻറ്റിടോക്സിൻ്റെ ഇതിലുണ്ടായിരിക്കും, അതുപോലെ ഗ്ലൂക്കോഫോർട്ടിൻ്റെ ഇതിലുണ്ടായിരിക്കും. അങ്ങനെ ഓരോ പ്രൊഡക്റ്റിൻ്റെ സെയിൽ പേജുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ കൊണ്ടുവരുന്ന ട്രാഫിക്, നമ്മുടെ ഓഡിയൻസ് ഈ സെയിൽ പേജിൽ എത്തിയിട്ട് ഇവിടെ നിന്നാണ് അതൊരു സെയിലായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് അവർ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ആ ഒരു വിസിറ്ററെ ഇവിടെ കൊണ്ടുവന്നിട്ട്, ആ ഓഡിയൻസിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതൊരു സെയിലായിട്ട് അല്ലെങ്കിൽ ഒരു ലീഡായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ പിന്നീട് ഇതിനകത്തുള്ള കണ്ടന്റുകൾ, അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ ഓണേഴ്സാണ് ഈ പേജ് ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. ഈ പേജ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളല്ല, ഈ പ്രൊഡക്റ്റിൻ്റെ ഓണേഴ്സാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഓണേഴ്സ് ഓൾറെഡി ഈ സൈറ്റൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ഇവർ ക്ലിക്ക് ബാങ്കിൽ ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെയിൽ പേജിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും പിന്നീടുള്ള കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒക്കെ റിവ്യൂ, ഏതൊരു പ്രൊഡക്റ്റിനും നല്ല രീതിയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അവർ സൈറ്റിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഓണേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഈ റിവ്യൂസും കാര്യങ്ങളും ഇതൊക്കെ വായിച്ചു നോക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓഡിയൻസ് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ മാർക്കറ്റ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും ആർട്ട് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ TV, ബെറ്റിംഗ് സിസ്റ്റം, കുക്കിംഗ്, ഫുഡ്, ദെൻ ഫിക്ഷൻ, ഗെയിം, ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, ഹോം ആൻഡ് ഗാർഡൻ. ഇപ്പോൾ ഹോം ആൻഡ് ഗാർഡനിൽ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട്, ഇപ്പോൾ ഇതിൽ വെയിറ്റ് ലോസിൻ്റെ പ്രൊഡക്റ്റാണ് ഇപ്പോൾ FIVERR എന്നൊക്കെ പറയുന്നത്. ഇതല്ലാതെ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. സ്പോർട്സിന് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അങ്ങനെ ഏത് കാറ്റഗറി ആണെങ്കിലും നമുക്ക് എടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ പെറ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഡോഗ്, ക്യാറ്റ് തുടങ്ങിയിട്ടുള്ള അങ്ങനെ പെറ്റുകളോട് കൂടുതൽ ഇൻട്രസ്റ്റ് ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളുണ്ട്. അതായത് പെറ്റിൻ്റെ കോഴ്സുകൾ. അങ്ങനെ നമ്മുടെ പാഷൻ അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്തിട്ട് ഇതിന്ന് പ്രൊഡക്റ്റിലെടുത്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആദ്യപടി എന്നുള്ള രീതിയിൽ നമുക്ക് സെയിൽ പേജ് എന്താണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ഒരു സെക്ഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് അഫിലിയേറ്റ് സപ്പോർട്ട് പേജ് എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് അഫിലിയേറ്റ് സപ്പോർട്ട് പേജ് എന്നുള്ളത്? ഇനി അടുത്തതായിട്ട് പറയുന്നതാണ് അഫിലിയേറ്റ് പേജ്. അതായത് ഇവിടെ നിന്ന് കാണാം അഫിലിയേറ്റ് പേജ് എന്നുള്ള ഒരു സെക്ഷൻ കാണാം. രണ്ടാമത്തെ ലിങ്ക്, ഫസ്റ്റ് ലിങ്ക് ഞാൻ പറഞ്ഞു സെയിൽ പേജാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ലിങ്ക് എന്ന് പറയുന്നതാണ് അഫിലിയേറ്റ് പേജ്. അതായത് ഈ പ്രോഡക്റ്റ് അഫിലിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള റിസോഴ്സസ് എല്ലാം അടങ്ങിയിരിക്കുന്ന പേജാണ് ഈ അഫിലിയേറ്റ് പേജ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ. ഇത് എല്ലാ പ്രൊഡക്റ്റും ഉണ്ടായിരിക്കും. ഈ ക്ലിക്ക് ബാങ്കിലേക്ക് ഏതൊരു പ്രൊഡക്റ്റും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, ആഡ് ചെയ്യുന്ന സമയത്ത് ഈ അഫിലിയേറ്റ് പ്രൊഡക്റ്റ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അഫിലിയേറ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് കൂടി, റിസോഴ്സ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും സെയിൽ പേജ് കഴിഞ്ഞാൽ സെക്കൻഡ് ലിങ്കായിട്ട് ഇതിൻ്റെ അഫിലിയേറ്റ് പേജ് ഉണ്ടായിരിക്കും. ഈ അഫിലിയേറ്റ് പേജ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ FIVERR എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കണ്ടന്റുകളും അവർ തന്നെ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓണേഴ്സ് തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, നമുക്ക് ഇൻ്റർനെറ്റിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ അവർ തന്നെ നമുക്ക് തരുന്നുണ്ട്. അതിൽ ഇമെയിൽ നമുക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ ഇമെയിലിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ, അതിൻ്റെ ബോഡി, അതുപോലെ അതിൻ്റെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. അതുപോലെ നമുക്ക് ഇമേജുകൾ, ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെയ്ഡ് അഡ്വർടൈസിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഫേസ്ബുക്കിലോ പിൻട്രസ്റ്റിലോ അങ്ങനെ പെയ്ഡ് അഡ്വർടൈസിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ബാനറുകൾ, അങ്ങനെ ഇമേജ് ഫയലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ തരും. വീഡിയോ ഫയലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ തരും. അങ്ങനെ ഈ കണ്ടന്റുകളെല്ലാം തന്നെ അടങ്ങുന്ന റിസോഴ്സ് സെക്ഷനാണ് ഈ അഫിലിയേറ്റ് പേജ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അഫിലിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളെല്ലാം തന്നെ ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓണേഴ്സ് തന്നെ നമുക്ക് തരുന്നതാണ്. ഇപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് ഇമേജ്, ഈ ഒരു സെക്ഷൻ നോക്കുക. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് എല്ലാ ഡീറ്റെയിൽസും അവർ നമുക്ക് തരുന്നുണ്ട്. നമുക്കിത് പ്രൊഡക്റ്റ് അഫിലിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഓണേഴ്സ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കണ്ടന്റുകളെല്ലാം തന്നെ നമുക്ക് തരുന്നുണ്ട്. വെബ് ബാനേഴ്സ് നോക്കുക. ഇത് നമുക്കിപ്പോൾ പെയ്ഡ് അഡ്വർടൈസിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വെബ് ബാനേഴ്സ് നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം. അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബാനേഴ്സ് തന്നെ എടുത്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം അവർ, അത് നമുക്ക് ഇനിയിപ്പോൾ ഒരു ഡിസൈനർ വെച്ചിട്ട് ഇത് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്കിത് പോയിട്ട് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കണ്ടന്റുകളൊക്കെ അവർ തന്നെ നമുക്ക് തരുന്നുണ്ട്. നമുക്കിതെല്ലാം എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. ഈ ബാനേഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബ്ലോഗ് സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്ലോഗിൽ കൊണ്ടുപോയിട്ട് ഇത് പേസ്റ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് പെയ്ഡ് അഡ്വർടൈസിങ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെയ്ഡ് അഡ്വർടൈസിങ് ചെയ്യാം. അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ റിസോഴ്സസ് ഫയലുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഏതൊരു പ്രൊഡക്റ്റും
പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫയലുകൾ അടങ്ങുന്ന ലിങ്കാണ് ഈ അഫിലിയേറ്റ് പേജ് എന്ന് പറയുന്നത്, അഫിലിയേറ്റ് സപ്പോർട്ട് പേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ആദ്യത്തെ പേജ് എന്ന് പറയുന്നത് സെയിൽ പേജ് ആണ്. രണ്ടാമത്തെ അഫിലിയേറ്റ് പേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ അഫിലിയേറ്റ് സപ്പോർട്ട് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ അഫിലിയേറ്റ് സപ്പോർട്ട് പേജ് എന്ന് പറയുന്നത് നമുക്ക് അഫിലിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, ആരാണ് ഇത് അഫിലിയേറ്റ് ചെയ്യുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള റിസോഴ്സസ് അടങ്ങുന്ന ഈ ഒരു സെക്ഷനാണ് അഫിലിയേറ്റ് പേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് താഴെ അഫിലിയേറ്റ് സപ്പോർട്ട് കോൺടാക്ട് എന്ന് പറയുന്നത് ഒരു മെയിൽ ഐ ഡി ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് അത് എന്തെങ്കിലും കൂടുതൽ റിസോഴ്സസ് വേണമെന്നുണ്ടെങ്കിലും അതുപോലെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ മെയിൽ ഐ ഡിയിൽ അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ചോദിക്കാൻ സാധിക്കും. അവർ ഈ പ്രൊഡക്റ്റിൻ്റെ ഓണേഴ്സിനെ നമുക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് ചോദിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സെയിൽ പേജിലൂടെയും അതുപോലെ ഈ അഫിലിയേറ്റ് പേജിലൂടെയും നമ്മൾ കടന്നു വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് ക്ലിക്ക് ബാങ്കിലാണെന്നുണ്ടെങ്കിലും ജെവിസുലാണെന്നുണ്ടെങ്കിലും Digistore24ലാണെന്നുണ്ടെങ്കിലും ഏത് നെറ്റ്വർക്കിലാണെങ്കിലും നമ്മൾ അഫിലിയേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണം. എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ അഫിലിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ സെയിൽ പേജും അതുപോലെ ഈ അഫിലിയേറ്റ് പേജൊക്കെ കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഏതൊരു പ്രൊഡക്റ്റും, ഇത് ഈ ഒരു നെറ്റ്വർക്കിലൊന്നും മാത്രമല്ല, ഏതൊരു പ്രൊഡക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിൻ്റെ സെയിൽ പേജൊക്കെ എടുത്ത് നോക്കുക. എന്താണ് ആ പ്രൊഡക്റ്റ് എന്നുള്ളതും അതുപോലെ എന്താണ് അതിലെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണോ അതുപോലെ ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണോ, ഇനി ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളതൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ആ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ സെയിൽ പേജും അതുപോലെ ഈ അഫിലിയേറ്റ് പേജും നന്നായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സെയിൽ പേജ് നമ്മൾ കണ്ടു, അതുപോലെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസും കണ്ടു. അപ്പോൾ ഈ റിസോഴ്സസിൽ എന്ന് പറയുമ്പോൾ പല ഫയലുകൾ ഉണ്ടായിരിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമെയിലുകൾ അവർ തരും, അതുപോലെ ഇമേജ് ഫയലുകൾ തരും, ഇനി വീഡിയോ ഫയലുകൾ ഉണ്ടെങ്കിൽ അത് തരും. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ, നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളൊക്കെ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ ആളുകൾ തന്നെ നമുക്ക് തരുന്ന സെക്ഷനാണ് ഈ അഫിലിയേറ്റ് പേജ് എന്ന് പറയുന്നത്. ആ സെക്ഷനും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ലിങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ എക്സിപ്യൂർ എന്ന് പറയുന്ന ഈ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സിപ്യൂറിൻ്റെ ഡയറക്റ്റ് ഒഫീഷ്യൽ സൈറ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആണ് നമ്മുടെ അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത്. നാലാമത്തെ പോയിന്റ്, ഹോപ്പ് ലിങ്ക് ജനറേറ്റർ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഹോപ്പ് ലിങ്ക് നമുക്ക് ജനറേറ്റ് ചെയ്യണം. അതായത് ഈ ലിങ്ക് വഴി വേണം നമ്മുടെ വിസിറ്റേഴ്സ് ഈ പ്രൊഡക്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത് ഏത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലിങ്കിലൂടെ വേണം ആളുകൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എങ്കിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അതിൻ്റെ കമ്മീഷൻ ലഭിക്കുന്നത്. അതെങ്ങനെ നമുക്ക് ഹോപ്പ് ലിങ്ക് ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ടാണ് നമുക്കിവിടെ അടുത്തതായിട്ട് ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു, സെയിൽസ് പേജ് ആയിരുന്നു. സെക്കൻഡ് ലിങ്ക് എന്ന് പറയുന്നത് അഫിലിയേറ്റ് പേജ് ആയിരുന്നു. ഇനി അടുത്ത കാണുന്ന ഒരു ലിങ്കാണ് ഇവിടെ പ്രൊമോട്ട് ബട്ടൺ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ. ഈ പ്രൊമോട്ട് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യണം, നമ്മുടെ അക്കൗണ്ട് നിക് നെയിം, ഓക്കെ, ഇവിടെ അക്കൗണ്ട് നിക് നെയിം എന്ന് പറയുന്ന ഈ സെക്ഷനിൽ നമ്മുടെ നിക് നെയിം കൊടുക്കണം. ഓക്കെ, ഇനി ഇവിടെ ജനറേറ്റ് ഹോപ്പ് ലിങ്ക് എന്നുള്ളത് കൊടുക്കാം. ഇവിടെ അക്കൗണ്ട് നിക് നെയിം എന്നുള്ളത് നിങ്ങളുടെ നിക് നെയിം ആട്ടോ കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ നിക് നെയിം എന്താണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 ദിവസം മുൻപ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നിക് നെയിമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അക്കൗണ്ട് നിക് നെയിം എന്താണോ അത് വേണം അവിടെ ആഡ് ചെയ്യാൻ. എന്നിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജനറേറ്റ് ഹോപ്പ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷൻ വരും. ഇതാണ് നമ്മുടെ ലിങ്ക്. ഓക്കെ, ഇത് നമ്മളൊന്ന് കോപ്പി ചെയ്യാം. ഞാനിത് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കിത് ക്ലോസ് ചെയ്ത് ഇനി നമുക്ക് ഈ ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ എക്സിപ്യൂറിൻ്റെ ടാബ് നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ exipure.com/hop എന്ന് പറഞ്ഞിട്ടുള്ള എക്സിപ്യൂറിൻ്റെ ഒഫീഷ്യൽ സെയിൽ പേജ് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിത് മറ്റൊരു ടാബിൽ, ഓക്കെ, ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹോപ്പ് ലിങ്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തു, എന്നിട്ടൊന്ന് സെർച്ച് ചെയ്തു. ഓക്കെ, അതായത് നമുക്ക് തന്നിട്ടുള്ള ഹോപ്പ് ലിങ്ക്, ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഹോപ്പ് ലിങ്ക് ഞാനിവിടെ ഒന്ന് സെർച്ച് ചെയ്തു. ഇപ്പോൾ വന്നിരിക്കുന്നു നോക്കാം. ഇപ്പോഴും സെയിം പേജ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സെയിം പേജ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഹോപ്പ് ലിങ്ക് വന്നിട്ടുള്ളത് നോക്കാം. കണ്ടല്ലോ, ഹോപ്പ് ലിങ്കിൽ വന്നിട്ടുള്ള മാറ്റം നിങ്ങൾ നോക്കുക. അവിടെ ഹോപ്പ് ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 49 ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹോപ്പ് ലിങ്ക്, അതായത് ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പുതിയ ഹോപ്പ് ലിങ്ക് അവിടെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും, ഈ സൈറ്റ് ത്രൂ, അതായത് ഇപ്പോൾ ഈ ഒരു ലിങ്ക് ത്രൂ ആരെങ്കിലും വന്നിട്ട്, ഞാനിപ്പോൾ ഇവിടെ അവിടുന്ന് കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ലിങ്ക് വഴി ആരെങ്കിലും ഈ സൈറ്റിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടുന്ന് ഈ ഒരു റിവ്യൂ അതുപോലെ ഈ കണ്ടന്റ് ഒക്കെ കണ്ട് ഇനി ഒരാൾ ഇത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവിടെ കമ്മീഷൻ കയറുകയായി. ഓക്കെ, ഇനി അവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ട് നിക് നെയിം കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് ട്രാക്കിംഗ് ID എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം.
ട്രാക്കിംഗ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കാണാം. അത് ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പക്ഷെ അത് എവിടെ നമുക്ക് യൂസ്ഫുൾ ആവുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരേ പ്രൊഡക്റ്റ് തന്നെ, ഉദാഹരണത്തിന് ഇവിടെ FIVERR എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ഞാൻ പല സോഷ്യൽ മീഡിയകളിൽ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെ ചെയ്യുന്നുണ്ട്, അതുപോലെ പിൻട്രസ്റ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരേ സമയം ഞാൻ ഒരേ പ്രൊഡക്റ്റിന് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഏത് ത്രൂ ആണ്, അത് ഏത് സോഷ്യൽ മീഡിയ ത്രൂ അല്ലെങ്കിൽ ഏത് സെർച്ച് എഞ്ചിൻ ത്രൂ ആണ് എനിക്ക് ട്രാഫിക് വന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യാം, എനിക്ക് ട്രാക്കിംഗ് ID കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനിവിടെ നിക് നെയിം കൊടുത്തതിൻ്റെ താഴെ തന്നെ, അതായത് ഇവിടെ ട്രാക്കിംഗ് ID ചോദിക്കുന്നിടത്ത് ഞാൻ ഫേസ്ബുക്ക് അല്ലെങ്കിൽ FB എന്നോ മറ്റോ കൊടുത്തു, എന്നിട്ടാണ് ജനറേറ്റ് ടോപ്പ് ലിങ്ക് കൊടുത്തത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഫേസ്ബുക്കിന് മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിംഗ് IDയുടെ അണ്ടറിലുള്ള ഒരു ഹോപ്പ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്നിട്ടത് ഫേസ്ബുക്കിൽ മാത്രം യൂസ് ചെയ്തു. ഇതിന് അടുത്ത് ഞാൻ പിൻട്രസ്റ്റിന് മാത്രമായിട്ടുള്ള ഒന്ന് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ഞാനത് പിൻട്രസ്റ്റിൽ മാത്രമായിട്ട് യൂസ് ചെയ്തു. അങ്ങനെ ഓരോ ട്രാക്കിംഗ് ID കൊടുത്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത് ഇപ്പോൾ FIVERR എനിക്ക് സെയിലായി, അപ്പോൾ സെയിലായത് ഏത് ട്രാഫിക് ത്രൂ ആയിരുന്നു എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാക്കിംഗ് ID ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് യൂസ് ചെയ്യണ നിർബന്ധമില്ല, ഓപ്ഷണലാണ്, യൂസ് ചെയ്യണ നിർബന്ധമില്ല. ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, ഇപ്പോൾ ID കൊടുത്തു കഴിഞ്ഞാൽ ഏത് ട്രാക്കിംഗ് ID ത്രൂ ആണ് ആ സെയിൽ നടന്നിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിന് മുൻപ് ഇങ്ങനെ സെയിൽ നടന്ന സമയത്ത് ഓരോ ട്രാക്കിംഗ് ID കൊടുത്തതാണ്. ഇപ്പോൾ ഇതിന് മുൻപ് എന്ത് കാറ്റഗറിക്ക് വേണ്ടിയിട്ട് കൊടുത്തു എന്നുള്ളത് ഇപ്പോൾ ഓർമ്മയില്ല. ഓരോ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഓരോ ID ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് സെയിൽ കഴിഞ്ഞാലാണ് നമുക്ക് അറിയാം, സെയിൽ നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് അറിയാൻ പറ്റും ഏത് ട്രാക്കിംഗ് IDയിലാണ് അത് നടന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ നമ്മുടെ അക്കൗണ്ട് സമ്മറി പോയി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിക്ക്ബാങ്കിനെ കുറിച്ചുള്ള കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. സെയിൽസ് പേജ്, അതുപോലെ അഫിലിയേറ്റ് പേജും, അതുപോലെ എങ്ങനെ നമുക്ക് നമ്മുടെ ഹോപ്പ് ലിങ്ക് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഹോപ്പ് ലിങ്ക് അത് നമ്മുടെ എക്സാക്റ്റ് ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് എത്തിച്ചിട്ട് ആ ലിങ്ക് വഴി ആളുകളെ ഈ സെയിൽസ് പേജിലേക്ക് എത്തിക്കണം. ഓക്കെ, ആ ലിങ്കിലൂടെ വേണം ആളുകൾ ഈ സെയിൽസ് പേജിലേക്ക് എത്താൻ. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ കമ്മീഷൻ ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇതിലേക്ക് വേണ്ടിയുള്ള ട്രാഫിക് ജനറേറ്റ് ചെയ്യണം, അതിന് എന്തൊക്കെ സോഷ്യൽ മീഡിയകൾ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെയാണ് ഇനി വരുന്ന വീഡിയോകളിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഓരോ പ്രൊഡക്റ്റിനും ഈ സോഷ്യൽ മീഡിയകളൊക്കെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിൻ്റെ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ മറ്റേതെങ്കിലും ഒരു പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പെറ്റിൻ്റെ പ്രൊഡക്റ്റ് ചെയ്യുന്നത്, അതെല്ലാം ട്രാഫിക് നമ്മൾ കൊണ്ടുവരുന്ന നോക്കുന്ന സമയത്ത് എല്ലാം എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഓരോന്നിനും എങ്ങനെ ഓരോ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അതാണ്, നമുക്ക് എങ്ങനെ ഇനി ഈ ലിങ്കിലൂടെ ആളുകളെ നമുക്ക് നമ്മുടെ സെയിൽസ് പേജിലേക്ക് കൊണ്ടുവരാം, നമ്മുടെ ഹോപ്പ് ലിങ്കിലൂടെ എങ്ങനെ ആളുകളെ ഈ സെയിൽസ് പേജിലേക്ക് എത്തിക്കണം, അതിന് നമ്മൾ എന്തൊക്കെ സോഷ്യൽ മീഡിയകൾ, എന്തൊക്കെ വഴികൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കാരണം ക്ലിക്ക്ബാങ്കിൻ്റെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതോ നമ്മുടെ FIVERR സീരീസ് പോലുള്ള ഫ്രീലാൻസിങ് വീഡിയോകൾ മാത്രം മതിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ക്ലിക്ക്ബാങ്ക് വീഡിയോകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ, മല്ലു ഫ്രീലാൻസർ.